ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡെയിലി വ്ലോഗിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് തിരുവല്ലാവാരത്ത് അമ്പലത്തിലേക്കാണ് കേട്ടോ. ഇവിടുത്തെ നമ്മുടെ അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ ക്ഷേത്ര കുളമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമായിട്ട് നല്ല രീതിക്ക് ലൈറ്റിൻ്റെ ഷോ ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ നടുക്കായിട്ടും കുറേ ഇങ്ങനെ വെള്ളച്ചാട്ടം പോലുള്ള പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ലൈറ്റും അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇവിടെ മെയിൻ ആയിട്ട് വന്ന ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ കുളത്തിന്റെ ബാക്കിലായിട്ട് കടലാണ്. ഇവിടെയാണ് കേട്ടോ കൂടുതലും ബലിതർപ്പണമൊക്കെ നടക്കുന്നത്. 12-ാം തീയതിയാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ഉത്സവം. അതായത് നാളെയാണല്ലോ 12-ാം തീയതി. ഇന്ന് തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ, വലിയ രീതിക്ക് തിരക്കൊന്നുമില്ലായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ ഇവിടെ ക്ഷേത്രകുളത്തിൻ്റെ അടുത്ത് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ലൈറ്റിൻ്റെ ഒക്കെ പരിപാടിയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇവിടെ മൊത്തവും കടയാണ് കേട്ടോ. ജ്യൂസ് കട, പിന്നെ അത് കണക്ക് തന്നെ കവായി ബണ്ണ്, അത് കണക്ക് തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഇപ്രാവശ്യം കളിപ്പാട്ട കടയൊക്കെ ഇപ്രാവശ്യം കുറവായിരുന്നു കേട്ടോ. ഒരു കടയോ ഒന്നോ രണ്ടാണ്ട് കടയോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ പോയ ദിവസത്തെ പരിപാടി അവിടെ നാടൻപാട്ടായിരുന്നു കേട്ടോ. മറ്റേ തത്തോട്ടിയുടെയൊക്കെ ആയിരുന്നു പരിപാടി. പക്ഷെ ഞങ്ങൾ പോയപ്പോഴത്തേക്കും തുടങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എൻ്റെ ചേട്ടായി ഒരു ബട്ടർ സ്കോച്ചാണ് കേട്ടോ വാങ്ങിച്ചത്. ഞാൻ എൻ്റെ മാംഗോ ബാറും. അപ്പോൾ ഈ കുഞ്ഞുമണിയുടെ ഇരിക്കുന്ന ഐസ്ക്രീം ചേട്ടായി വാങ്ങിച്ചതാണ് കേട്ടോ. എൻ്റെ ഐസ്ക്രീമാണ് ചേട്ടായുടെ കയ്യിരിക്കുന്നത്. ഞാൻ വാങ്ങിച്ച മാംഗോ ബാർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നല്ല രീതിക്ക് പുളി ഉണ്ടായിരുന്നു. പിന്നെ ആ വിഷമം മാറ്റാൻ വേണ്ടി ഞങ്ങൾ കോളിഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഇപ്പോൾ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി പാഴ്സലും വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ കോളിഫ്ലവർ ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി എൻട്രി സോങ് ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ തുടക്കമൊക്കെ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ പാട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ തത്തൂട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. തത്തൂട്ടിയുടെ ആയിരുന്നു അടുത്ത പാട്ട്. അങ്ങനെ ഞങ്ങൾ തത്തൂട്ടിയുടെ പാട്ടൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ അങ്ങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങളങ്ങനെ മൊത്തം പാട്ട് കാണാൻ വേണ്ടിയിട്ടൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഇറങ്ങിയ വഴിക്ക് ആന കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ക്ഷേത്രത്തിൽ എഴുന്നള്ളത്തിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആനയാണ്. അങ്ങനെ കുഞ്ഞുമണിക്ക് കാണിച്ചു കൊടുത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് നടക്കുവാണ്. നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അച്ഛനെ മോളുടെ പരിപാടി ഇതാണ് കേട്ടോ. കുഞ്ഞുമണിയുടെ ചിരി കണ്ടോ നിങ്ങൾ? വീഡിയോ എടുക്കുന്നതിൻ്റെയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഒരു കുഞ്ഞു വ്ലോഗ്. അപ്പോൾ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാൻ. ബൈ ബൈ, സീ യു ഉമ്മ.